അപ്പോൾ മീനൊക്കെ വരുന്ന വണ്ടികളൊക്കെയാണ്. ഫുള്ളായിട്ട് വണ്ടിയിലൊക്കെ മീൻ വന്ന് അവിടെ മീനൊക്കെ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് എല്ലാ മീനുകളൊക്കെ വേണം, ബോക്സ് ആയിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് കൊണ്ടുവരും. അപ്പോൾ അവിടെ നിന്ന് പിന്നെ കഴിവുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടല്ലേ, ചെന്നൈ ഫിഷ്. അപ്പോൾ നമ്മൾ ഇതിലോട്ടാണ് കയറുന്നത്. അവിടെയൊക്കെ ഇട്ട് മീൻ വെട്ടുന്നുണ്ട്. എല്ലായിടം മീനൊക്കെ വെട്ടിയാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യമുള്ള മീനൊക്കെയാണ് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാലും മേളിലോട്ട് തന്നെ കയറാം. ഇതാണ് എൻട്രൻസ്. ഇതും എൻട്രൻസാണ്. അപ്പുറത്തെ സൈഡെല്ലാം എൻട്രൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇതുവഴി അത് കയറി അകത്തോട്ട് പോകാം. പിന്നെ കൂടുതൽ സ്ലിപ്പാവും കാലൊക്കെ, അത് ഫുള്ള് വെള്ളത്തിലായുണ്ട്. ഞാൻ എങ്ങനെയാണ് ശ്രദ്ധിച്ചു പോകാം. ഫുള്ള് വെള്ളമാണ്. വെള്ളമായിട്ട് നോക്കി നടന്നില്ലെങ്കിൽ നമ്മൾ തറയിൽ വീഴും. നമ്മൾ ലാസ്റ്റ് ഞങ്ങളെ വലിയ മുഷി അന്ന് നമ്മൾ കണ്ടതൊക്കെ വലിയ മുഷിയാണ്. നമ്മൾ മുഷിയെ കണ്ടിട്ട് നേരെ അങ്ങോട്ട് പോകാം. ഇന്ന് നമ്മളെ മെയിനായിട്ടുള്ള മീൻ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. മീനൊക്കെ നോക്കി ഏത് ഇതൊക്കെ മറ്റേ നമ്മുടെ ആറ്റുവാള പോലത്തെ മീൻ. അത് 120 രൂപ. ചൂര അന്ന് അവിടെയാണ് കണ്ടത്. നിറയെ സ്രാവിൻ്റെ കുട്ടിയാക്കും. ഇതുവഴി തന്നെ പോകാം. ഈ സൈഡിൽ കൂടെ അല്ലോ ഫുള്ളായിട്ട് കൊഞ്ചാണ്. കളറൊക്കെ മാറിപ്പോയി. അത് ഫുള്ളായിട്ട് സ്രാവിൻ്റെ കുട്ടി. ഭയങ്കര വിഷം. നടക്കുമ്പോൾ നോക്കി തന്നെ നടന്നു. അവിടെ ആ ചൂര അവിടെ നോക്കാം. ഇവിടെ വലിയ വലിയ അപ്പോൾ ഇവിടെ മീൻ വാങ്ങിക്കാൻ വേണ്ടി എല്ലാവരും വീട്ടിൽ നിന്ന് കുട്ടികളും എല്ലാവരുമായിട്ടാണ് വന്നത്. ഈ സൈഡിൽ പോ ഇല്ല, ഈ സൈഡ് അങ്ങനെ കറങ്ങി വരാം. ഇന്ന് കൂടുതൽ കൊഞ്ചാണുള്ളത്. വലിയ മീനുണ്ട്. എല്ലാവരും ബക്കറ്റും ഇതുമായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. വലിയ സ്രാവിൻ്റെ കുട്ടിയൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട് ബക്കറ്റിലൊക്കെയാണ് വന്നിട്ടുള്ളത്. സ്രാവിൻ്റെ കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. எவ்வளோ கிலோ வரும்? எவ்வளோ கிலோ வரும்? 5 கிலோ. எடுத்து பார்க்கலாமா? கையில் எடுக்கலாமா? 6.5 കിലോ സ്രാവ്. 380 സ്രാവ്. എല്ലാം ഇന്നും നിറയെ സ്രാവാണുള്ളത്. സ്രാവ് കഴിക്കുന്നത് ഇവിടെ ഉണ്ട്.
നിറയെ കൊഞ്ചൊക്കെ ഉണ്ട്. ഓക്കെയാ ചാവളം വെച്ചിട്ടായിരുന്നു ഇറച്ചി. ഞണ്ട് കാത്തൂരിയാ എല്ലാ സ്രാവാണല്ലോ, സ്രാവിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. സുമാൻ കിലോ 150. 9 കിലോ 10 കിലോ 6 കിലോ 7 കിലോ 6 കിലോ 7 കിലോ 2 രൂപ. കിലോ 150. കിലോ 150. ഇതാണ് വലിയ കണവ. വലിയ കണവുണ്ട്. പിന്നെ നെമ്മീൻ ആണേ എവ്വളോ 350 കിലോ. 1 കിലോ 350 ഇതാണോ? മുന്നൂറ് 350 അന്ന് നോക്കിയപ്പോൾ നെത്തോലിയില്ല. ഇതിനുണ്ടല്ലോ വലിയ നെത്തോലി. ഇയാളോ 270 രൂപ. അവിടേക്ക് നല്ല മറ്റേ കൊഞ്ചും കണവയും ഇതേയുള്ളൂ. കൊഞ്ചും പിന്നെ ഉള്ളത് സ്രാവ് അതൊക്കെ ഉള്ളൂ. ഞണ്ടൊക്കെ ഉള്ളൂ. നമ്മളപ്പുറത്ത് ഇവിടെ ഫുള്ള് വെള്ളമായതുകൊണ്ട് ഭയങ്കര ഒരാളിവിടെ വാങ്ങിച്ചിട്ട് ഞങ്ങളെ പതുക്കെ പോണേ. ഇവിടെ 2 വാങ്ങിച്ചു. കിലോ ഉണ്ട്. ഇത് 2.5 കിലോ ഒന്ന് 180 രൂപയാണ്. ബോക്സിലൊക്കെയാണ് മീനുകൾ. ബോക്സുകൾ ഫുള്ളാ മീനുകൾ. ഫുള്ള ഞണ്ട് മീനുകൾ. ഇറച്ചി ഇത് വേണോ? അവിടെ തന്നെ ഉണ്ട്. ആ സൈഡ് തന്നെ, അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ കണവ കണ്ടിരുന്നത്. അപ്പോൾ കണവ വാങ്ങിക്കാൻ വേണ്ടി പോയി.
गूगल पे இருக்கா गूगल पे கவர் ഈ കവർ இதுக்குள்ள போடணும் அதில் அப்படியே போட்டால் போதும் சூப்பர் മുന്നൂറ്റമ്പത് രൂപയാണ് സ്കാനറൊക്കെ നമ്മൾ 350 രൂപ എടുത്ത് കണ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളെ 350 രൂപ എടുത്ത് കണ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മീനൊക്കെ വെട്ടുന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാം ഒന്ന് ഫുള്ളായിട്ട് റഷാണ് എല്ലാവരും. അപ്പോൾ മീനൊക്കെ മേടിച്ചിട്ട് അവിടെ കൊണ്ടൊന്ന് വെട്ടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇതാ ഇവിടെ തന്നെ വെട്ടാം. எவ்வளோ 300 ரூபா பச்சிரும்பா கட்டிங் பிளேடில் கட்டிங் பிளேடு அதில் கட்டிங் பிளேடு தானே உங்களுக்கு தெரியல ശരി ശരി ഞാൻ നെക്സ്റ്റ് ടൈം ആട്ടോ. അപ്പോൾ അവിടെ വന്ന് മീൻ വെട്ടണ ഈ വാൾ വന്ന് 300 രൂപയാണ്. അത് ബ്ലേഡിലാണ് റെഡിയാക്കിയെന്നാണ് പറയണത്. നമുക്ക് അറിഞ്ഞുകൂടാ, അത് കറക്റ്റായിട്ട് നോക്കിയാണ് മേടിക്കാനുള്ളത്. അങ്ങനെ മീനൊക്കെ മേടിച്ചു. 300 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. ഇവിടെ ഭയങ്കര മീൻ വെട്ട്, തകർപ്പ മീൻ വെട്ടാണല്ലോ. കോഴിക്കുള്ള വേസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ ആ സൈഡെല്ലാം ഫുള്ളായിട്ട് മീൻ വെട്ടുന്നതാണ്. ആ സൈഡ് അവിടെ എല്ലാം മീൻ വെട്ടുന്നതാണ്. അതേപോലെ ഇപ്പോഴത്തെ സൈഡെല്ലാം മീൻ വെട്ടുന്നതാണ്. ഫുള്ളായിട്ട് ഇതെല്ലാം മീൻ വെട്ടുന്നു. അപ്പോൾ എല്ലാവരും മീനൊക്കെ മേടിച്ചു. അപ്പോൾ എങ്ങനെയായാലും നമ്മളെങ്ങനെയായാലും ഇവിടെ തിരിക്കുകയാണ്. പുറത്തിറങ്ങുമ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക, നോക്കിയിട്ട് വേണം പോകാം. ഈ സൈഡെല്ലാം മീൻ വെട്ടുന്നതാണ്. ഫുള്ള് മീൻ മേളിൽ നിന്ന് മേടിക്കും. മീൻ മേളിൽ നിന്ന് വെട്ടാനുള്ള ടൈമൊന്നും കാണത്തില്ല. അതുകൊണ്ട് മേളിൽ നിന്ന് മേടിക്കും, എന്നിട്ട് താഴെ കൊണ്ടൊന്ന് വെട്ടും. ഇതാ ഇത് 300 പറഞ്ഞത്. അവിടെ പറഞ്ഞ ആ റേറ്റല്ലേ? അപ്പോൾ അവർ 300 രൂപയാണ് പറയുന്നത് മീൻ വെട്ടാൻ വേണ്ടി. എങ്ങനെയാലും നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ മീൻ വെട്ടുന്നത് മേടിക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോന്നായിട്ട് മേടിക്കും. എല്ലാം മീൻ വെട്ടുന്നതാണ്. അതിനുള്ള കല്ലുണ്ടല്ലോ ഇവിടെ എല്ലാം നല്ല കരുവാട്. അമ്മ ഏതാവളോ അമ്മ? 30 രൂപ. മറ്റേ നമ്മുടെ കൊഞ്ചുപൊടിയില്ലേ, അപ്പോൾ അപ്പുറത്തെ സൈഡ് 40 രൂപ വന്ന് ഇവിടെ 30 രൂപയാണ്. കുഴപ്പമില്ല. ഇവിടെ നല്ല നെയ്യൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ടൈം ആയിട്ട് വന്ന് വാങ്ങാം. ഓരോ ടൈം വന്ന് വാങ്ങിക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഒത്തിരി പേരെയൊക്കെ അറിയാം. എപ്പോഴും വന്ന് ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എങ്ങനെയാലും മീനൊക്കെ മേടിച്ചു. അപ്പോൾ എങ്ങനെയാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഒന്ന് ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. ഇത് പിള്ളേരെ മലക്കറി, പച്ചക്കറി, പിന്നെ അങ്ങനത്തെ ഇതാണ്. നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് കുറച്ച് തക്കാളിയൊക്കെ മേടിക്കാം. തക്കാളി ഉള്ളി 1.5 കിലോ വന്ന് 100 രൂപയുള്ളൂ. 1.5 കിലോ 100 രൂപ. തക്കാളി വരും. തക്കാളി അവിടെ ഇല്ല, അവിടെ ഇല്ല. ഇല്ലല്ലോ.
അപ്പോൾ മീൻ വാങ്ങിച്ചിട്ട് പോകുന്നതിൻ്റെ റഷാണ് അല്ലേ. ഒരു സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും. അങ്ങനെ ഈ സൈഡ് പോകും. 2 കിലോ 100 രൂപ. 2 കിലോ 100 രൂപ. തക്കാളി 2 കിലോ 100 രൂപ. 2 കിലോ 140 രൂപ. 50 രൂപ ആയിരിക്കും. അത് 50 രൂപ 50 രൂപ അവിടെ നിന്ന് എത്ര ആഴ്ച? അപ്പോൾ ശരിയാണ്. ജീപ്പ് വേണ്ട. ഇത് അച്ചാർ ഇവിടെ. ഞാൻ ഇത് നോക്കട്ടെ. ഇല്ല തക്കാളി വേണോ? തക്കാളി വേണോ? ഡപ്പ വേണം. തക്കാളി വേണം. അവിടെ ഇല്ല തക്കാളി. കിലോ 50 രൂപയാണ്. പോകുമ്പോ നമ്മുടെ കാര്യം അതേപോലെ നടക്കുന്നല്ല. നല്ല കണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ അങ്ങ് നടക്കുകയാണ്. ഉരുളക്കിഴങ്ങ് അതവിടെ ഉരുളക്കിഴങ്ങുണ്ട്. 5 കിലോ 200. നാട്ടു തക്കാളി 3 കിലോ 100. അപ്പോൾ നമ്മൾ വണ്ടി വെച്ചേക്കുന്ന ആ സൈഡിലാണ്. അപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് നമുക്ക് പോന്നാ ചെറിയ കിഴങ്ങ് നോക്കിയിട്ട് ചെറുത് നോക്കിയിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വാനകരത്തുനിന്ന് മീൻ വാങ്ങിച്ചു. പിന്നെ മലക്കറിയെല്ലാം മേടിച്ചിട്ടൊക്കെ നമ്മളിപ്പോൾ ഇറങ്ങി. എങ്ങനെയായാലും ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ബൈ പറഞ്ഞുകൊണ്ട് കൂട്ടിപ്പിടിച്ചു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.